ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 5 വയസ്സ്. 2020 ഓഗസ്റ്റ് 6-നാണ് രാജമല എസ്റ്റേറ്റിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി 70 പേർക്ക് ജീവൻ നഷ്ടമായത്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള രാജമല എസ്റ്റേറ്റ് കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നതിനാൽ മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാനായി പോയിരുന്ന ചില വിദ്യാർത്ഥികൾ ഒഴിച്ച് കുടുംബാംഗങ്ങളെല്ലാം എസ്റ്റേറ്റ് ലയങ്ങളിൽ ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നതിനാൽ ഭൂരിഭാഗം പേരും നേരത്തെ ഉറക്കം പിടിച്ചു. രാത്രി 10:45 ശേഷമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. പുലർച്ചെയാണ് ദുരന്ത വാർത്ത പുറം ലോകമറിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ മിഷനറി ഒന്നാകെ രംഗത്തിറങ്ങി 66 പേരുടെ മൃതശരീരം കണ്ടെത്തി. 4 പേരുടെ ശരീരം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് അതിന്റെ തീവ്രതയിൽ നിൽക്കുന്ന സമയമായിട്ട് പോലും മുഖ്യമന്ത്രിയടക്കം സംഭവ സ്ഥലത്തെത്തി. പെട്ടിമുടി ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾക്ക് കുട്ടിയാർവാലിയിലാണ് വീട് വെച്ചു നൽകിയത്. ഇതുകൂടാതെ തോട്ടം തൊഴിലാളികളായി ഇവർക്ക് ജോലിക്ക് എത്താനുള്ള സൗകര്യത്തിനായി രാജമലയിൽ ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്ത് തന്നെ എസ്റ്റേറ്റ് ലയങ്ങളും അനുവദിച്ചു. മരിച്ചവരിൽ തമിഴ്നാടുമായി ബന്ധമുണ്ടെന്ന രേഖകൾ സമർപ്പിച്ച ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ 3 ലക്ഷം രൂപ വീതം നൽകി. കേരള സർക്കാർ തമിഴിനെന്നോ മലയാളിയെന്നോ വ്യത്യാസമില്ലാതെയാണ് 70 പേരുടെയും കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകിയത്. പ്രത്യേക മന്ത്രിസഭാ യോഗ തീരുമാനത്തിലൂടെയാണ് ഇനിയും കണ്ടെത്താനാകാത്ത 4 പേരുടേത് ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് തുക കൈമാറിയത്. ജില്ലാ ഭരണകൂടം വഴി കേന്ദ്ര സർക്കാർ കൊടുക്കും എന്ന് പറഞ്ഞ തുകയാണ് വെറും വാഗ്ദാനമായി ഒതുങ്ങിയത്. സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകളെ ഏറെ കൃതജ്ഞതയോടെയാണ് പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ ഓർക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഏതു വാതിൽ മുട്ടണമെന്ന ചോദ്യവും പെട്ടിമുടിയിലെ മനുഷ്യർ ഉയർത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.